ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പുലിക്കളിയായിട്ട് വന്നിട്ടുണ്ടത് രാഘവൻ തന്നെയായിരുന്നു കേട്ടോ. രാഘവനാണെങ്കിലോ എല്ലാവരുടെ മുന്നിലും മദ്യപിച്ചിട്ട് അങ്ങനെ വെളിവും ബോധവും ഇല്ലാതെ നടക്കുകയാണ്. അതിനുശേഷം തന്നെ എല്ലാവരും ഒരു തിരുവാതിരയൊക്കെ കളിച്ചിട്ട് ഓണം അങ്ങനെ ആഘോഷിക്കുന്ന സമയത്താണ് അവിടേക്ക് റോബിനും കാവേരിയും വരുന്നത് കേട്ടോ. അതൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വർഷയെ അവസാനിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ അവരുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. പിന്നെ രാഘവൻ അവിടെ മദ്യപിക്കുന്നതൊക്കെ നമ്മുടെ ശരത്ത് കാണുന്നുണ്ട്. അങ്ങനെ ശരത്തിനോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഒന്ന് എന്നൊക്കെ പറയുന്നു. അങ്ങനെ നടക്കട്ടെ എന്ന രീതിയിലും ശരത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിരഞ്ജനയും അതുപോലെ തന്നെ ഡോക്ടറും സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു സംശയം, ആ ശരത്തിനെയും ആരതിയും നല്ല സംശയമുണ്ടെന്ന് അവൾ പറയാണ്. അതായത് നിരഞ്ജന പറയുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടറും പറയുന്നുണ്ട്, എനിക്കും നല്ല സംശയമുണ്ട് അവരെ, പക്ഷേ എന്ത് ചെയ്യാനാണ്, എന്തൊക്കെ ഒരു പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും പറയുന്നു. ആ സമയത്ത് തന്നെ എന്തായാലും നമുക്ക് ശരത്തിൻ്റെ വീട് വരെ ഒന്ന് പോയാലോ. പിന്നെ ആ ഡോക്ടർ റോബിനും അത്ര നല്ല ആളല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. പക്ഷേ അത്ര നല്ലൊരു അഭിപ്രായമൊന്നുമല്ല എനിക്ക് കിട്ടിയതെന്നും ഡോക്ടർ പറയുന്നുണ്ട് യാമിനി. എന്നാൽ പിന്നെ നമുക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീട് വരെ പോകാം. ഡോക്ടർ വെറുതെ ഇതിൽ പോയ സമയത്ത് ഒന്ന് കയറി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്താൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ശരത്തും റോബിനും കൂടി സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വർഷം അവസാനിപ്പിക്കണമെന്നാണ് ബോസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയാലോ എന്ന് ശരത്തിനോട് പറയുന്നു കേട്ടോ. പക്ഷേ റിസ്ക്കാണ്. അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവർ ഒരുപാട് പേരുണ്ട്. നമ്മളാണെങ്കിലോ ഇത്ര പേരുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആകെ പ്രശ്നമാവെന്നും പറയുന്നു. ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഞാനത് കാവേരിയെ ആ മരുന്നിൽ പായസത്തിൽ ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ തന്നെ അവരത് കൊടുത്തോളും. നമുക്ക് കുറ്റം വരില്ല. അസുഖത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണെന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ റോബിൻ എന്തായാലും ആ മരുന്ന് ആ ഒരു ഗ്ലാസ്സിൽ, അതായത് പായസത്തിൻ്റെ ഗ്ലാസ്സിൽ കലർത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുറ്റത്ത് ഓണാഘോഷ പരിപാടികൾ. അങ്ങനെ രാഘവനും എല്ലാവരും തിരുവാതിര കളിക്കലും അങ്ങനെയൊക്കെയായി നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി തന്നെ ഇവർ പ്രതീക്ഷിക്കാതെ നിരഞ്ജനയും അതുപോലെ യാമിനി ഡോക്ടറും കൂടി ഇങ്ങോട്ട് വരുന്നു കേട്ടോ. ഡോക്ടർ യാമിനിയെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാരണം ഇവരുടെ പ്ലാനിങ് പൊളിയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുവാണ്. ആ സമയത്ത് നിരഞ്ജനയും യാമിനി പറയുന്നുണ്ട്, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ഇവിടെ വരെ ഒന്ന് വന്നതാണ്, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അപ്പോൾ വർഷയും മോളെ ഇന്ന് കണ്ടിട്ട് പോകാം, മാത്രമല്ല ഇതെൻ്റെ ഫ്രണ്ട് നിരഞ്ജനയാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേകിനോട് ഒരു ആംഗ്യഭാഷയിൽ ഞാൻ ആരാണെന്ന് പറയരുത് എന്ന രീതിയിൽ തന്നെ വിവേക് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിരഞ്ജന എന്താ ഇങ്ങനെ ആരും പറയാതെ ഈ വേഷത്തിലൂടെ വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന സമയത്ത് രാഘവൻ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് രാഘവനും ചിന്തിച്ചു കൂട്ടുന്നു. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. ആ സമയത്ത് രാഘവൻ വിവേകിൻ്റെ തോളിൽ തട്ടിയിട്ട് ആ സമയത്ത് തന്നെയാണ് കേട്ടോ, അതായത് എന്തുകൊണ്ടാണ് ഇവൾ വന്നിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേനും രാഘവൻ ശ്രീനാഥിനോട് പറയുന്നുണ്ട്, മരുമകനെ അങ്ങോട്ട് നോക്ക്, വിവേകിനും അവൾ തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ടെന്നായി കേട്ടോ. ആ സമയത്ത് ശ്രീനാഥും നമ്മുടെ വിവേകിനെയും നമ്മുടെ നിരഞ്ജനെയും നോക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ആരതിയുമായിട്ട് അകത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരതി എന്ത് ചെയ്യുകയാണെന്നുള്ളത് നിരഞ്ജന അറിയാത്തതുപോലെ ചോദിക്കുന്നു. ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണ്, അപ്പോൾ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആ ഡ്രസ്സ് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നു. എനിക്കൊന്ന് കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, റൂമിലേക്ക് വന്നാൽ വ്യക്തമായി കാണിച്ചു തരാമെന്ന് പറയുന്നു ആരതി. ആ സമയത്ത് ഡോക്ടർ യാമിനി, എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്നും ഞാൻ എന്തായാലും വർഷമോളെന്ന് നോക്കിയിട്ട് വരാം, എന്തായാലും ഇത്ര വന്നതല്ലേ, എന്നാൽ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ യാമിനി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷയെ നോക്കുന്നു. ആ സമയത്ത് റോബിൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ശരീരത്തിന് നല്ല മാറ്റം സംഭവിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബെറ്ററായി വരുന്നത് പോലെ തോന്നും എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ റോബിൻ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. യാമിനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ റോബിന്. അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വരുന്നു. റോബിനാണെങ്കിലോ മേലേക്ക് പോയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് യാമിൻ്റെ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ആ ഡോക്ടർ ഇപ്പോൾ വർഷയ്ക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്, ഇപ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ പൊക്കോട്ടെ അല്ലേ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ മതി ഡോക്ടർ എന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെ സംശയത്തിൻ്റെ പേരിലാണ് യാമിനി ഇങ്ങനെ ചോദിച്ചതെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് റോബിന്.
ആ സമയത്ത് ബോസ് വിളിക്കുന്നുണ്ട് കാവേരിയെ. അവളെ ഫിനിഷ് ചെയ്യാൻ സമയമായില്ലേ ചോദിക്കുന്നു. എന്തായാലും ഇപ്പം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പായസം എടുക്കാനായിട്ട് പോകുന്ന കാവേരി ആ പായസം തട്ടി മറിഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് അയ്യോ പായസം മറിഞ്ഞല്ലോ എന്ന് പറയുന്നു. അത് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് കാവേരി തന്നെ പറയുന്നു. ആ പായസത്തിൻ്റെ പകുതി മരുന്ന് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പകുതി അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നിരഞ്ജന ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ പോയി നോക്കുന്ന സമയത്ത് നല്ല ഡിസൈനും ആ മാനിക്യൂനെയൊക്കെ നോക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സെർച്ച് ചെയ്യുന്ന പോലെ ആവുന്നുണ്ട്. പെട്ടെന്ന് ആരതിക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ആരതി ആ മാനിക്യൂനിൽ നിന്ന് ആ ഒരു മരുന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നീട് എന്നാൽ ശരി ഞങ്ങൾ പൊക്കോട്ടെ വിവേക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകുന്നു കേട്ടോ. എന്തായാലും പിടിക്കപ്പെട്ടില്ലല്ലോ, അതിൻ്റെ സമാധാനം പറഞ്ഞിട്ട് രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എല്ലാവർക്കും ഒരു ടെൻഷൻ ആവുന്നുണ്ട്. ഇവരെന്തായാലും മനസ്സിലാക്കിയിട്ടില്ല എന്ത് പറ്റി ആ മാനിക്യൂരിൽ നിന്ന് സാധനം മാറ്റിയല്ലേ എന്ന് പറയുന്നു ശരത്ത്. ശരത്തേട്ടൻ എന്താ വിചാരിച്ചേ, ഞാൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാനതൊക്കെ മാറ്റി. പക്ഷേ സൂക്ഷിക്കണം, ആ നിരഞ്ജനയുടെ പോലീസ് കണ്ണുകൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നൽ. എനിക്ക് നല്ല ടെൻഷനുണ്ട് ശരത്തേട്ടാ എന്ന് പറയുന്നു കേട്ടോ. എന്നാലും ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇനി വരാനും പോവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. റോബിനാണെങ്കിലോ കാവേരിയോട് സംസാരിക്കുന്നുണ്ട്. ആ പായസത്തിൽ ബാക്കിയുള്ള മരുന്ന് ചേർത്തിട്ട് അവൾക്ക് അങ്ങ് കൊടുത്ത് അവളുടെ ഫ്രണ്ട്സിന് കൊടുത്താൽ മതി, അവരെന്തായാലും വർഷയ്ക്ക് കൊടുത്തോളൂ, അതിനുശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല എന്ന് മനസ്സിലായിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ആരതി പായസത്തിലൊക്കെ അത് ചേർത്തതിന് ശേഷം അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ രാഘവൻ കൊതുകിനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വർഷയ്ക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷയ്ക്ക് കൊടുക്കാനുള്ള പായസം അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അഞ്ജു. ആ എടുക്കുന്ന സമയത്ത് തന്നെ ആകെ എല്ലാവർക്കും ഒരു ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു പായസം പെട്ടെന്ന് വർഷയ്ക്ക് കൊടുക്കാനായിട്ട് പതിയെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അധികം വൈകാതെ തന്നെ അവൾക്ക് എന്തായാലും മരണം സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്.